മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ കാട്ടിനുള്ളിൽ താമസിക്കുന്നവർ എങ്ങനെ അനുഭവിച്ചു എന്നതിൻ്റെ നേറുദാഹരണമാണ് ഞങ്ങൾ കണ്ട കാഴ്ച. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് 4 കുരുന്നുകളടക്കം ഒരു ആദിവാസി കുടുംബത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചു എന്ന വിവരം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ കാട വനമേഖലയിലേക്ക് എത്തുന്നത്. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കാരണം 3 കുരുന്നുകളെ നെഞ്ചോട് ചേർത്ത് ഒരു അഗ്നികുണ്ഡത്തിന് ചുറ്റുമിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആ കാഴ്ച ഒന്ന് കാണാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാട, അതായത് അട്ടമല കഴിഞ്ഞിട്ട് കാട ഫോറസ്റ്റ് അകത്താണ്. ഈ ഉരുൾപൊട്ടലിലെ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ വനത്തിനുള്ളിൽ, കൊടും വനത്തിനുള്ളിൽ 2 ആദിവാസി കുഞ്ഞുങ്ങളെ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന കാഴ്ചയാണ്. ഇവരെ ആ കൊടും വനത്തിനുള്ളിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴ്വശത്ത് ഈ കൊടും ഉരുൾപൊട്ടൽ വന്ന ഭാഗത്ത് നിന്ന് വീണ്ടെടുത്തിട്ടാണ് വളരെ അതിസാഹസികമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോയി രക്ഷിച്ചുകൊണ്ട് വന്നതാണ്. അവരെ ഇപ്പോൾ ഇവിടെ അവർക്ക് കൊടുക്കാൻ ഭക്ഷണമൊന്നും ഇവിടെ ഇല്ല. തൽക്കാലം ഇരുമ്പമ്പുളിയും വെള്ളവും മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത്. അവർ തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഫോറസ്റ്റിന്റെ ഒരു ക്യാമ്പ് ഷെഡ് ഉണ്ട്. അതിനുള്ളിൽ തീ കൂട്ടി അവരെ ഒന്ന് ചൂടാക്കി അവരുടെ ശരീരത്തിന്റെ താപനില പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആഷിഖ് സർ ഒരു 10 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഏറാട്ടുകുണ്ട് കോളനിയിലോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് കാട്ടിൽ വെച്ചിട്ട് ഒരു അമ്മയും മകനെയും കണ്ടു. അമ്മയും മകനും ഭക്ഷണം കിട്ടാതെ അലയുന്നൊരു ദയനീയ കാഴ്ചയായിരുന്നു. അവർക്ക് ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തു. അതിനുശേഷം അട്ടമല ഭാഗത്തെ ഒരു എസ്റ്റേറ്റ് പാടിയിൽ താൽക്കാലികമായിട്ട് താമസിപ്പിച്ചു. ബെഡ്ഷീറ്റ് എല്ലാം കൊടുത്ത് അവിടെ താമസിച്ചു. അവരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പറഞ്ഞ സൂചിപ്പാറ വാട്ടർഫാൾസിന് താഴ്വശത്തേക്ക് പോയത്. താഴ്വശത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ വഴിയെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പല ഭാഗത്തും പൊട്ടിയിട്ട് വഴിയെല്ലാം അടഞ്ഞിരിക്കുന്നതാണ്. 4 മണിക്കൂർ എടുത്തു. ഞങ്ങളുടെ അടുത്ത് 20 മീറ്ററോളം നീട്ടമുള്ള റോപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാൻ ഈ റോപ്പാണ്. ഈ റോപ്പ് വെച്ചിട്ട് ഞങ്ങൾ അതിസാഹസ്യമായിട്ട് ഊരക്ക് കയറുരുക്കി ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങി അങ്ങനെ 4 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തുന്നത്. സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ചെന്നപ്പോഴുണ്ടാവുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അടുപ്പ് കൂട്ടിയിട്ട് ആ അടുപ്പിന്റെ ഓരോ കല്ലിന്റെ ഇടയിലാണ് ഈ 3 കുട്ടികളുണ്ടായിരുന്നത്. അവരെ ഉടനെ ഞങ്ങൾ വാരിയെടുത്തു. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഡ്രസ്സുകൾ ഉപയോഗിച്ച് പൊതിഞ്ഞിട്ട് ഇവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരേണ്ടത്. തിരിച്ചു വരുന്നതിനും 4-4.5 മണിക്കൂർ എടുത്തു. ഈ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് വേറൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അത് 3 പീസാക്കി മുറിച്ചിട്ട് ഈ നെഞ്ചോട് ചേർത്ത് കെട്ടിയിട്ട് ഞങ്ങൾ മാറി എടുത്തിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ അമ്മ എവിടെയാണ് ഇപ്പോൾ? അമ്മ 3 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ അട്ടമല HML എസ്റ്റേറ്റ് പാടിയിൽ ആണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. അവരെ കൂട്ടിയിട്ട് നമ്മുടെ കൂടെയും കുട്ടികളുണ്ട്. അവരെ ഒരു കുട്ടിയുണ്ട്. ഈ അച്ഛനും അമ്മയ്ക്കും കൂടി 4 കുട്ടികളുണ്ട്. 4 ആൺകുട്ടികളാണ്. ഒരു കുട്ടിക്ക് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്. അപ്പൊ ഇപ്പോൾ ഉള്ളത് 4 വയസ്സായുള്ള കുട്ടിയാണ് അവിടെ ഉള്ളത്. ആ കുട്ടിക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നു. അമ്മയ്ക്കും കൊടുത്തു. ഇവർക്കുള്ള ഭക്ഷണം കയ്യുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഭക്ഷണം വേണം. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ എത്തും ഭക്ഷണം. പിന്നെ ഇവിടെ നിന്ന് താഴെ നിന്ന് വരണം. താഴെ നിന്ന് അമ്മയും കുട്ടിയും ഈ 3 കുട്ടിയെടുത്തേക്ക് വരണം. വന്നിട്ട് ഭക്ഷണം കൊടുക്കും. ഇപ്പൊ ഇവരെ ഇവിടെ തന്നെ താമസിപ്പിക്കാന്നോ അതോ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നുണ്ടോ? ഇവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവർ ഇന്നേ വരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഈ കുട്ടികൾ ശരിക്കും ഒരുപക്ഷെ ഇവിടെ കണ്ടിട്ടില്ല. ഈ ലോകം കണ്ടിട്ടില്ല. പുറം കാണാത്ത കുട്ടികളാണ്. അതിൽ മൂത്ത കുട്ടി വന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇവര് പറയുന്നത് ആ ചെറിയ കുട്ടിയൊന്നും കൂടി വന്നിട്ടില്ല. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഒരു കുഴിയിലാണ് കണ്ടെത്തുന്നത്. അതെ. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഒരു കുഴിയിൽ അതിനോട് ഒരു പാറപ്പൊത്തിനുള്ളിലാണ്. ജയചന്ദ്രൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് ഈ സ്ത്രീയെ ആദ്യം കണ്ടത് അല്ലേ? റിസ്ക് ആണ്. ഇന്നലെയൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കയറി അത് ഇവരെ കൂട്ടിക്കൊണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്നാക്കിയിരുന്നു. ഇന്നിപ്പോ ആ പുള്ളിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കൊടുക്കണം എന്നാ പറയുന്നത്. വീട് വെക്കാൻ വേണ്ടി, വീട് വെക്കാൻ ഷെഡ് വെക്കാൻ വേണ്ടി. അവരിവിടെ കഴിഞ്ഞോളാം. അവനിവിടെ കഴിഞ്ഞോളാം. താഴെ കുഴിയിലേക്ക് നമുക്ക് എപ്പോഴും അവരെ ശ്രദ്ധിക്കാൻ പറ്റും. താഴെ കുഴിയിലാണ് നമുക്ക് അവരൊട്ടും ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നോക്കിയിട്ടും മേലുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് എന്റെ വേണ്ട വിധത്തിൽ ഒരു ഷെഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും റിസ്ക് പിടിച്ചൊരു ഇത് ചെയ്യുന്നത്. അതായത് അത്രയും ഏകദേശം എനിക്കൊന്നും അത്രയും ഹൈറ്റ്, പിന്നെ ഉരുളുപൊട്ടിയ സ്ഥലത്തിന്റെ ഏകദേശം 100-800 മീറ്റർ ഉയരമുണ്ട് ഈ കുത്തനുള്ള. അപ്പോൾ ഞങ്ങൾ 2 കയറ് കിട്ടിയിരുന്നു. നമുക്ക് കയറുണ്ടായിരുന്നു. അപ്പോൾ ആ കയറാണ് നമ്മളെ ഒരുവിധം സഹായിച്ചത്. നമ്മൾ തോളത്ത് കുട്ടീനെ തുണി വെച്ചിട്ട് കെട്ടിയിട്ട് അവിടുന്ന് ഒരു ചെറിയ മുണ്ടുണ്ടായിരുന്നു. ആ മുണ്ടൊക്കെ വെച്ച് കെട്ടിയിട്ട് തോളത്തിട്ടിട്ട് കയറിൽ വലിച്ച് കയറിയത്. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് പിടിച്ച് കയറ് എന്താ പറയുക
മേലെ കെട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെയാണ്, പാറയും കാര്യങ്ങളൊക്കെയാണ്. കയറ് എല്ലാ സ്ഥലത്തൊന്നും പറ്റില്ല. എന്നാലും മേലെ രണ്ടാൾ ആദ്യം അങ്ങനെ ഇതാക്കിയിട്ട് കയറിയിട്ട് കുട്ടീനെ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ പിന്നെ ഉരുളുപൊട്ടി പാറ, ചെറിയൊരു ഉരുളുപൊട്ടിയ ഒരു അടയാളം പോലെ ഉണ്ട് അവിടെ, ഉരുളുപൊട്ടിയ പാറ ഇതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, കല്ലൊക്കെ അത്രയും റിസ്ക് ആയിരുന്നു. കല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ താങ്ങി കണ്ണടിച്ചിട്ടാണ് പോവുക, കണ്ടോണ്ട് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. യാദൃശ്ചികമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഈ കുടുംബം അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്ന് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ അവർ ആ എല്ലാ മാനുഷിക താല്പര്യവും എടുത്തുകൊണ്ട് അത്രയും ദുർഘടമായ സ്ഥലത്തു കൂടി ഏതാണ്ട് 4 മണിക്കൂർ അങ്ങോട്ടും 4 മണിക്കൂർ ഇങ്ങോട്ടും കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്തത്. അവർ തണുത്ത് വിറച്ച് വിടിരിക്കുകയാണ്. അതാണ്ട് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണ് അവരിവിടേക്ക് കൊണ്ടുവന്നത്. ഈ രൂപത്തിലാണ് ഈ ഉരുൾപൊട്ടി വന്ന ഈ മലവെള്ളപ്പാച്ചിൽ കടന്നുപോയ ഒരു ഗുഹയുടെ തൊട്ട് അടുത്ത് അവിടെ ഇരുന്നത് ഒരു കുഞ്ഞ് അച്ഛൻ്റെ മടിയിൽ ഇരിപ്പുണ്ട്. വളരെ കുഞ്ഞാണ്. ആ കുഞ്ഞ് അച്ഛൻ്റെ നെഞ്ചിൽ ഒട്ടി നിൽക്കുകയാണ്. ഇവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം ഇവര് ഈ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഈ കാടിന് പുറത്ത് ഇത്രയും സ്ഥലത്തെങ്കിലും എത്തുന്നത്. ഇവർ പൂർണ്ണമായും കാടിനുള്ളിൽ വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ പറ്റില്ല. അവരെ അവിടെ കൊണ്ടുപോയാൽ അവിടുത്തെ പരിസ്ഥിതിയുമായി പുറംലോകവുമായി അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഈ ഫോറസ്റ്റിന്റെ ഒരു ക്യാമ്പ് ഷെഡാണിത്. അതിന് തൊട്ടു മുന്നിൽ ഒരു ഷെഡ് താൽക്കാലികമായി കെട്ടുകയും അവിടെ വസ്ത്രവും കമ്പിളിയും ഭക്ഷണവും ഒക്കെ എത്തിക്കാനുള്ള ആ ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. ഈ ദുരന്തഭൂമിയിൽ ഒട്ടേറെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. എങ്കിലും ഈ കുരുന്നുകളുടെ മുഖം ഒരിക്കലും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകില്ല. ക്യാമറമാൻ സജികുമാറിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.